തട്ടിപ്പും വഞ്ചനയും നടത്തിയെന്നാരോപിച്ച് ആഗോള കോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട്. കരാറുകൾ നേടാൻ കൈക്കൂലി നൽകിയെന്നും കള്ളം പറഞ്ഞ് ശതകോടികളുടെ നിക്ഷേപം സമാഹരിച്ചുവെന്നുമാണ് കുറ്റപത്രം. ഗൗതം അദാനിയുടെ സംരക്ഷകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. JPC അന്വേഷണം വേണമെന്ന് കോൺഗ്രസും CBI അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ ലഭിക്കാനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകിയെന്നാണ് ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കണ്ടെത്തൽ. കൈക്കൂലി വാങ്ങിയുള്ള കരാറിലൂടെ ഏകദേശം 16,000 കോടി രൂപ ലാഭം ലക്ഷ്യമിട്ടു. കള്ളം പറഞ്ഞ് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ശതകോടികളുടെ നിക്ഷേപങ്ങൾ സമാഹരിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട്. തട്ടിപ്പ്, കൈക്കൂലി, വഞ്ചന കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഗൗതം അദാനിയെ കൂടാതെ മറ്റേഴ് പേരും കേസിൽ പ്രതികളാണ്. അദാനിക്കെതിരെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം ശരിവയ്ക്കുന്നതാണ് പുതിയ നടപടികളെന്ന് കോൺഗ്രസ്. The Prime Minister is protecting Mr. Adani and the Prime Minister is involved in corruption with Mr. Adani. This has been clearly indicated. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദാനിക്കുമെതിരെ വിമർശനവുമായി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തി. അദാനിക്കെതിരെ കേസെടുക്കാനോ സന്യാസത്തിന് പോകാനോ മോദിക്ക് സമയമായെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. കേസിന്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ 20% ഇടിവ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24.